നെല്ലായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ജനാർദ്ദനൻ കോൺഗ്രസിൽ ചേർന്നു. നെല്ലായ പേങ്ങാട്ടിരിയിൽ നടന്ന പരിപാടിയിൽ കെ മുരളീധരൻ ജനാർദ്ദനനെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. കൂടാതെ മറ്റു രാഷ്ട്രീയ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നവർക്കും സ്വീകരണം നൽകി. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികളല്ലാത്തവരെ പങ്കെടുപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി പ്രതിഷേധാർഹമാണ്. ഇത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് നടത്തുന്ന പരിപാടിയാണ് എന്ന് പറയാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല. കേന്ദ്രത്തിന്റെ ധിക്കാരത്തിന് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുട്ടുമടക്കിയെന്നും കെ മുരളീധരൻ പറഞ്ഞു. അപ്പോൾ കേന്ദ്രത്തിന്റെ ധിക്കാരത്തിന് മുമ്പിൽ മുട്ടുമടക്കി പിണറായി. ഇന്നത്തെ കഴിഞ്ഞപ്പോൾ എന്തായി? പിണറായിന്റെ കയ്യിൽ നിന്ന് മുട്ടും ഇപ്പൊ മോഡിയുടെ കയ്യിലായി. ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തി, ഉമ്മൻചാണ്ടിയുടെ പേര് മാറ്റി നിർത്തി മുഴുവൻ ഞങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോ ഇത് മൊത്തം നരേന്ദ്രമോദിയുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു. വല്ല കാര്യം ഉണ്ടായി? മോദിയും പിണറായിയും തമ്മിൽ വ്യത്യാസമില്ല. മോദി ഉണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് മോദി പറയുമ്പോൾ പിണറായി ഉണ്ടെങ്കിലേ കേരളമുള്ളൂ എന്നാണ് പിണറായി പറയുന്നത്. ഈനാംപേച്ചിക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറയുന്ന പോലെയാണ് മോദിയും പിണറായിയും. BJP ഇതര മുഖ്യമന്ത്രിമാരിൽ കേസുണ്ടായിട്ടും നടപടിയെടുക്കാത്തയാളാണ് പിണറായി വിജയൻ. ഈ അവിശുദ്ധ കൂട്ടുകെട്ടു പറഞ്ഞ് ജനങ്ങളെ അഭിമുഖീകരിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദിയായിട്ട് എന്താ വ്യത്യാസം? എന്താ അദ്ദേഹം പറയുന്നത്? നരേന്ദ്രമോദി പറയുന്നത് അതാണ്. നരേന്ദ്രമോദി പറയുന്നത് ഞാനില്ലായിരുന്നെങ്കിൽ, ഞാൻ അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഭൂഖണ്ഡം ഒലിച്ചു പോയതെന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. പിണറായി പറയുന്നത് എന്താ? ഞാനില്ലായിരുന്നെങ്കിൽ കേരളം ഉണ്ടാവില്ലായിരുന്നു, പരശുരാമൻ രണ്ടാമത് വന്ന് മഴ വരേണ്ടി വന്നേനെന്നാണ് പിണറായിന്റെ കണ്ടുപിടുത്തം. ഇതാ ഞാൻ പറഞ്ഞു, ഈനാംപേച്ചിക്ക് മരപ്പറ്റി കൂട്ടുന്നത് പഠിച്ചു. പറ്റിയ ഒരു പ്രധാനമന്ത്രി, അതിന് മാച്ചായിട്ടുള്ളൊരു മുഖ്യമന്ത്രി. സത്യത്തില് BJP മുഖ്യമന്ത്രിമാർ പലരും ഈ മോഡിക്ക് അത്ര മാച്ചല്ല. ഏറ്റവും മാച്ച് പിണറായി വിജയൻ, നരേന്ദ്രമോദി. ആ കൂട്ടുകെട്ടാണ് ഈ രാജ്യത്ത്. ഇപ്പൊ കേരളത്തിൽ തന്നെ BJPനെ പ്രോത്സാഹിപ്പിക്കുന്ന ആരാ? സർക്കാർ വിരുദ്ധ വികാരം പകുതി BJPക്ക് കൊണ്ടുപോകാനും അങ്ങനെ ഇടയിൽ കൂടെ കയറാനും എനിക്ക് കളിക്കുന്ന കളി മുഴുവൻ. ഞങ്ങൾ ഇതൊക്കെ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. നിങ്ങൾ തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടും. കേരളത്തിൽ ലഹരിക്കേസുകൾ വർദ്ധിക്കുമ്പോൾ സർക്കാർ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. മയക്കുമരുന്ന് റോക്കറ്റിനെ കയറൂരി വിടുകയാണ്. സുരേഷ് ഗോപിയും മോഹൻലാലും പുലിപ്പല്ലും ആനക്കൊമ്പും ഉപയോഗിക്കുന്നതിൽ പ്രശ്നമില്ലാത്ത സർക്കാരിന് വേടന്റെ പുലിപ്പല്ലിൽ നടപടിയെടുക്കുന്നതിൽ വനംവകുപ്പിന് മാത്രമല്ല കുറ്റം. ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട്. ചാതുർവർണ്ണയത്തിന്റെ രോഗം പിണറായിക്കാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഇവിടെ ചില നടന്മാരുടെ വീടുകളിൽ ആനക്കൊമ്പ്, ഒരു കുഴപ്പമില്ല. ചില കേന്ദ്രമന്ത്രിമാരുടെ കഴുത്തിൽ പുലിയുടെ പല്ല്, ഒരു കുഴപ്പമില്ല. ആ വേടന്റെ കഴുത്തിൽ ഒരു പുലിപ്പല്ല് കണ്ടപ്പോ എന്താ ആക്രമണം! അദ്ദേഹം കഞ്ചാവ് ഉപയോഗിക്കുന്നതിന് ആരും അനുകൂലിക്കുന്നൊന്നുമില്ല. പക്ഷേ അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ഇയാളെ ജാമ്യത്തിൽ വിട്ടതാ. അപ്പോഴാണ് പറയുന്നത് കഴുത്തിലെ മാലയിൽ പുലിയുടെ പല്ലുണ്ട്. അതേ ദിവസം തന്നെ കേന്ദ്രമന്ത്രിയുടെ കഴുത്തിൽ, സുരേഷ് ഗോപിയുടെ, ദേഹം മറച്ചു വെക്കുന്നതിന് മൂപ്പര് അമ്പലത്തിൽ തൊഴുകാൻ പോയി ഇങ്ങനെ കിടക്കല്ലേ പുലിയുടെ പല്ലുള്ള മാല. വേറെ നടന്റെ വീട്ടിൽ ചിലപ്പോൾ ആനക്കൊമ്പ്, അതിനൊന്നും കുഴപ്പമില്ല. വേടൻ മാത്രം ധരിച്ചുകൂടാ. ഇവർക്കല്ലേ സാധാരണ ചാതുർവർണ്ണയത്തിന്റെ രോഗം, ഇവർക്കല്ലേ, പിണറായിക്കല്ലേ. ഇപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് ഇത് ശശീന്ദ്രൻ മാത്രമാണോ കുറ്റം? ഗവൺമെന്റ് ഉത്തരവാദിത്തമില്ലേ? നെല്ലായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ജനാർദ്ദനനെ മുരളീധരൻ ഷോളണിയിച്ച് സ്വീകരിച്ചു. ജനാർദ്ദനൻ LDF വിട്ട് കോൺഗ്രസിലേക്ക് വരുന്നതിന് അദ്ദേഹത്തെ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അഭിവാദ്യങ്ങൾ, 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 അഭിവാദ്യങ്ങൾ. ജനാധിപത്യ ചേരിയിലേക്ക് ഇന്ത്യ രാജ്യത്തെ ഇന്ത്യയായി നിലനിർത്തണമെങ്കിൽ കോൺഗ്രസിന് ശക്തി പകരണമെന്നും അഴിമതിയുടെ കുത്തരങ്ങായി മാറിയ നെല്ലായ പഞ്ചായത്ത് ഭരണത്തെ വലിച്ചു താഴെയിടണമെന്നും എൻ ജനാർദ്ദനൻ പറഞ്ഞു. നമ്മുടെ നെല്ലായ പഞ്ചായത്തിലെ, പ്രത്യേകിച്ച് അഴിമതിയിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന നെല്ലായ പഞ്ചായത്തിലെ ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തെ ഇനി വലിച്ചു താഴെയിടാതെ ഈ നെല്ലായ പഞ്ചായത്തിന് രക്ഷയില്ല. അഴിമതിയുടെ കൂത്തരങ്ങായി ഈ നെല്ലായിലെ CPM ഭരണം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വെറും
സ്വാർത്ഥമതികളായിട്ടുള്ള ആളുകളുടെ കയ്യിലാണ്. അഴിമതിയുടെ കൂത്തരങ്ങായി മാറിക്കഴിഞ്ഞു. കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നവരെയും ഷോളണിയിച്ച് സ്വീകരിച്ചു. ഷമീർ ബാബു ചെമ്മങ്കുഴി, ബഷീർ നെല്ലായ, സന്തോഷ്, രാജേഷ്, മുഹമ്മദ് മുസ്തഫ, KMK ബാബു, മൂസ പേങ്ങാട്ടിരി, K രാജീവ്, ഷബീർ നീരാണി, C ചന്ദ്രൻ, വിജയനുണ്ണി, C സംഗീത, ശ്രീകൃഷ്ണൻ, TY ശിഹാബുദ്ദീൻ, കൃഷ്ണകുമാർ, അസീസ് പട്ടാമ്പി, P വിനോദ് കുമാർ, വാസു, NP രാമകൃഷ്ണൻ, ദിവാകരൻ, P ബാലൻ, റസാഖ് എഴുവന്തല, മഹറൂഫ് ഇംപാനു, മൻസൂർ ഇംപാനു, ദീപകുമാർ, രാജേഷ് പൊമ്പിലായ, N വിജയകുമാർ എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി.